ഫ്രഞ്ച് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് തിരിച്ചു. പ്രധാനമന്ത്രിയെ യാത്രയാക്കാൻ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. സമ്മേളനത്തിന് പാരീസിൽ എത്തിയ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾക്ക് നേതൃത്വം നൽകി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ള പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നിർണായക കൂടിക്കാഴ്ച നാളെ നടക്കും. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൺ ജോസ് ചേരുകയാണ്. ഐസൻ, നിർണായകമായ കൂടിക്കാഴ്ച, ട്രംപ് മോദി കൂടിക്കാഴ്ച നാളെയാണ്. യാത്രയുടെ സന്ദർശനത്തിന്റെ മറ്റു വിവരങ്ങൾ കൂടി. തീർച്ചയായും സുരേഷ്, മോദി ട്രംപ് കൂടിക്കാഴ്ച നാളെ നടക്കാനിരിക്കുന്നു എന്നത് ലോക നേതാക്കളെല്ലാം തന്നെ നോക്കിക്കാണുകയാണ് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ട വിഷയം. മാത്രമല്ല, ട്രംപ് അതിഥിയായി ക്ഷണിക്കുന്ന മൂന്നാമത്തെ ലോക നേതാവ് കൂടിയാണ്. അതായത് ആദ്യ 5-ൽ കൂടിയാണ് പ്രധാനമന്ത്രി എന്നത് മറ്റൊരു നിർണായക വിഷയം കൂടിയാണ്. നമുക്കറിയാവുന്നതാണ്, ബെഞ്ചമിൻ നെതന്യാഹുവിനും അതുപോലെ തന്നെ ജോർദാൻ രാജാവ് അബ്ദുള്ളയ്ക്കും ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നാളെ ട്രംപിനെ അമേരിക്ക സന്ദർശിക്കുന്നത്, ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുന്നത്. ട്രംപുമായി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ വിവിധ വിഷയങ്ങൾ, വാണിജ്യ രംഗത്തും അതുപോലെ തന്നെ സൈനിക രംഗത്തുമുള്ള സഹകരണം സംബന്ധിച്ച ആഴത്തിലുള്ള ചർച്ചകൾ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു നിരവധിയായ കാര്യങ്ങൾ, അതായത് നമുക്കറിയാവുന്നതാണ്, ഈ അമേരിക്കയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ ഭാരതത്തിലെ വിപണിയിൽ എത്തുമ്പോൾ നികുതി ചുമത്തുന്നത് സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതിലെല്ലാം തന്നെ പരിഹാരം കാണുക എന്ന കൃത്യമായൊരു നീക്കം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാരതത്തിന്റെ അന്താരാഷ്ട്ര താല്പര്യങ്ങളുണ്ട്, വിവിധങ്ങളായ അന്താരാഷ്ട്ര താല്പര്യങ്ങളുണ്ട്. ഇറാനിലെ ചബാഹർ തുറമുഖം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. ഈ വിഷയത്തിൽ ഇറാനുമായുള്ള തർക്കം നിലനിൽക്കുമ്പോൾ ചബാഹർ തുറമുഖം ഭാരതം പരിഷ്കരിക്കുകയും അത് നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ്. 10 വർഷത്തേക്ക് അത് നടത്താനുള്ള ധാരണ ഇക്കഴിഞ്ഞ നവംബറിലാണ് അന്തിമമായ തീരുമാനമുണ്ടായത്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഒന്നൊന്നായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച നടക്കുന്നത് എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, അമേരിക്കയിൽ കഴിയുന്ന മതിയായ രേഖകളില്ലാതെ കഴിയുന്ന ഭാരതീയരെ തിരിച്ചയക്കുന്നത് സംബന്ധിച്ചാണ്. ഇതിൽ കൃത്യമായൊരു നിലപാട് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ സന്ദർശന വേളയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വിവിധങ്ങളായ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്ന ഒരു പ്രധാനപ്പെട്ട നീക്കം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ചില അന്താരാഷ്ട്ര സഖ്യങ്ങളുടെ ഭാഗമായി ഏത് നിലപാട് ഇനി സ്വീകരിക്കേണ്ടി വരുമെന്നത് സംബന്ധിച്ച നിർണായക ചർച്ചകൾ ഉൾപ്പെടെ ട്രംപുമായി നടക്കുകയും സ്വാഭാവികമായും അത് ഭാരതത്തിന്റെ വിദേശകാര്യ നിലപാടുകളിലെല്ലാം തന്നെ കൃത്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ചർച്ചകളുമെല്ലാം തന്നെ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ട്രംപിനെ 13-ാം തീയതി, അതായത് നാളെ, അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതോടെ ഏത് രീതിയിലുള്ള സഹകരണമാണ് ഭാവിയിൽ പുതിയ അമേരിക്കൻ ഭരണകൂടം ഭാരതവുമായി പുലർത്തുക എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരവും ലഭിക്കാൻ സാധിക്കും. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.